ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാമ്പൂലിയ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ സ്ഥലത്താണ് കേട്ടോ വന്നിട്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ ഈ കാണുമ്പോൾ തീരെ ക്ലിയർ ഉണ്ടായിരിക്കും. അപ്പോൾ അല്ലേ നല്ല ലൈറ്റ് ആയിട്ടാണ് അമീറോ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. ശരിക്കുമായിട്ട് കാണുമ്പോൾ നല്ല ഇതുണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പൊ നല്ല ലൈറ്റ് കാണാൻ പറ്റുന്ന നല്ല വെളിച്ചമുണ്ടല്ലോ. കാണാൻ പറ്റുന്ന ഇത് 4 മണിയൊക്കെ 4 മണിയൊക്കെ ആയിട്ട് വെളിച്ചമുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ വേറെ ഏതോ സംഭവങ്ങളുണ്ട്. ഇതെന്താ സംഭവം എനിക്കറിഞ്ഞൂടാ. ഇവിടെ വേറെ എന്തൊക്കെയോ എന്താ ലൈറ്റൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാദ്യം വിചാരിച്ചതെന്തോ പേപ്പറിൽ മനസ്സിലായത് ലൈറ്റാണെന്ന് എടുക്കാൻ കഴിയില്ല. രാത്രി ആകുമ്പോൾ ഈ ലൈറ്റും രാത്രി ആകുമ്പോൾ ഈ പരിപാടി എന്ന് പറയുന്നത് കുറേ സംഭവങ്ങളുണ്ടാവും. രാത്രിയാകുമ്പോൾ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ കുറച്ചേരം രാത്രിൻ്റെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ അപ്പം ഫുള്ള് വളർന്നു ലൈറ്റായിട്ട് കളറായിട്ടിരിക്കണം. കുറേ റോസിനകത്തൊക്കെ കുറേ കേട്ടോ. ഇപ്പോൾ ഇരുട്ടാൻ തുടങ്ങുന്നുണ്ട്. വലുതായിട്ടില്ല, ഇപ്പം നല്ല വിളിച്ചുകൊണ്ട് ഇരുട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ പിന്നെ പൂരിൻ്റെ തിരക്കുണ്ട്. ഇതെന്താണ് എന്തോ ഇങ്ങനത്തെ സംഭവത്തിന് ഇട്ടിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞൂടാ. ഇവിടെ കുറേ പൂവിൻ്റെ ഡിസൈൻ പിന്നെ ഇതാകെ കുറച്ച് ദൂരത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വീടൊക്കെ കാണാൻ പറ്റും. പൂമണൊക്കെ ചേക്കണം. വീടിൻ്റെ അടുത്തായിട്ട് തന്നെ മഷ്റൂമിൻ്റെ ഒക്കെ ഉണ്ടോ. മഷ്റൂമും പിന്നെ വേറെ മഷ്റൂമിൻ്റെ അടുത്തൊക്കെ പിന്നെ മഷ്റൂം പോലെ പിന്നെ വീട് ഇവിടെ മഷ്റൂം പോലത്തെ ഇവിടെ എന്താ പൂവിലെല്ലാം കാണാം. കറക്റ്റായി കിട്ടുന്നു. പിന്നെ മൂന്നാമത്തെ നമ്മളെ ഇതിലെ മട്ട് വന്നതിൻ്റെ എൻട്രൻസ്. ഇവിടെ പൂവിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ നമ്മൾ തേനീച്ച കാണാമല്ലോ. പറഞ്ഞൂടാ തേനീച്ച പൂവുണ്ടാക്കി കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തേനീച്ച പോകുന്നല്ല. അതൊക്കെ ഇതാ കുറേ ആണല്ലേ. ബസ്സിലൊക്കെ നോക്കാൻ പറ്റോട്ടോ. ബസ്സിനൊക്കെ വെച്ചാൽ നല്ല കാശ് കൊടുക്കണം. ഇതൊക്കെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ പൂവും കൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് പടിഞ്ഞ് വെച്ചേക്കണത്. എൻട്രൻസിലും അങ്ങനെ തന്നെയാണ്. ഓ അതെ, താറാവൊക്കെ ഉണ്ട് കേട്ടോ പൂവും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണം. താറാവല്ലേ അത്? ആ താറാവ് തന്നെ. താറാവ് പൂവും കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ. ഏതാ വേറെ പൂമ്പാറ്റയും ഉണ്ട്. കുറച്ച് സൈഡിലായിട്ട് ഒരാൾ പൂമ്പാറ്റനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതെ വേറെ പൂമ്പാറ്റ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കണ്ടില്ലേ ഒരാൾ കൈയും കൊണ്ട് പൂമ്പാറ്റനെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ പൂവും കൊണ്ടാണ് കേട്ടോ കൈസ് ഉണ്ടാക്കി വെച്ചേക്കണം. കണ്ടില്ലേ ഒരാളിങ്ങനെ പൂമ്പാറ്റനെ പിടിച്ച് കാണാം. അതിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് നിങ്ങൾക്ക് ഈ കണ്ടില്ലേ ഇതാ ഇത് കണ്ടില്ലേ. ഇത് വേറെ ഇതാണ് വേറെതാ വേറെ. ഈ ബസ്സിൽ മാത്രമല്ല കേട്ടോ, മറ്റേ വേറെ വണ്ടികളിലൊക്കെ ഇതിന്ന് പോകാനൊക്കെ പറ്റൂടെ നമുക്ക്. അപ്പോൾ ഫ്രീ ആയിട്ട് പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ലക്കുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അതിന് പേര് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ദൂരത്തായിട്ട് കാർണിവലൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് ദൂരത്തായിട്ട് ഇങ്ങനെ കാർണിവലൊക്കെ അവർ പണ്ട് പണി വെച്ചിട്ടുണ്ട്. നന്നൂടെ ബോട്ടിൻ്റെ ഒക്കെ കിട്ടുന്നത് പ്രൈസ് വിന്നിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെറുതെ നമ്മളിപ്പോഴും മറ്റേ ക്യൂരിയിരിക്കണം വണ്ടീൻ്റെ പേരൊക്കെ ക്യൂരിയിരിക്കണം. അപ്പം ഞാനിത് ഇട്ടതാ വീഡിയോ ആയിട്ട്. പൈററ്റിൻ്റെ എക്സിൻ്റെ ഒക്കെ സംഭവങ്ങളുണ്ട്. പൈററ്റ്സിൻ്റെ ഫ്ലാഗിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. F1 റേസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ സംഭവത്തിൻ്റെ
ആ വണ്ടി ഫുട്ബോൾ ചെക്കണുണ്ടോ പേപ്പറിലെല്ലാം ഇന്ന് പേരിട്ട ആളുടെ ആൾക്ക് അങ്ങോട്ട് പേരിട്ട വണ്ടി പിന്നത് അവിടെ വണ്ടിയല്ല ഇതെന്തോ ഫുഡ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ അതെ അവിടെ പാർക്ക് കാർണിവൽ പോലത്തെ സംഭവം ഇതാണ് ഇതെന്താണ് ഈ ഡാർക്ക് ബ്ലൂ കുറച്ച് വെട്ടമൊക്കെ കുറെ ഫുഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ഞാൻ കാണിച്ചിരുന്നു ഞാനിപ്പോ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി ആകുമ്പോഴുണ്ടോ ഈ പരിപാടിയൊക്കെ ഉണ്ടാവുന്നത്? വേറെ എപ്പോഴൊന്നുമില്ല, രാത്രി ആകുമ്പോൾ ഇതിന്റെ പരിപാടിയൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ രാത്രി എത്ര 7 മണിയൊക്കെ ആകുമ്പോൾ ഈ പരിപാടി തുടങ്ങത്തുള്ള ആൾക്കാർ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് വേറെ ഒന്നും തുടങ്ങുന്നുണ്ടോ നമുക്ക് മാത്രമേ തുടങ്ങത്തുള്ളൂ. അല്ലാണ്ട് നമ്മ മറ്റേ സ്ഥലം പറഞ്ഞില്ലേ ഡോൾഫിൻ്റെ അതാണെന്ന് തോന്നട്ടോ, ആ സ്ഥലം തന്നെയാണെന്നോ തോന്നണം. ഇത് വേറെ തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇപ്പൊ വെള്ളം താങ്ങുന്നുണ്ടോ? പക്ഷെ ഇനിയുണ്ട് സംഭവം, വേറെ എന്തൊക്കെയോ വരാനുണ്ട്. ഇപ്പോ ഈ ഇവിടെ മ്യൂസിക് കേട്ടോ, എന്റെ വെച്ച് കേൾക്കാൻ പറ്റണമെന്നാ പറഞ്ഞാ ആ വീലാന്ന് തോന്നിട്ടുണ്ട്. വീലിൻ്റെയൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് താഴത്തുണ്ടോ ബ്ലൂ ലൈറ്റ് പോലെ, അതാന്ന് തോന്നുന്നു പ്രൊജക്ട്. കുറച്ചായിട്ടൊന്നും അതെന്താണെന്ന് പറഞ്ഞത് അറിയുമെങ്കിൽ കമന്റിൽ ഇടണോട്ടോ ആൾക്കാർക്ക്. ആരെങ്കിലും അത് അറിയാമെന്നുണ്ടെങ്കിൽ മേളിൽ കൂടെ ബ്ലൂവിലൊക്കെ നോക്കിട്ടോ, ആ ലൈറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നോ റെയിൻബോ കളറൊക്കെ ആവും. ഈ ഫോണിൽ കാണുമ്പോൾ ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ശരിക്കും റെയിൻബോ കളറാണ് കണ്ടോ. പിന്നെന്താ പിന്നെ പർപ്പിൾ ലൈറ്റ് ഉണ്ടെന്ന്, പർപ്പിൾ ലൈറ്റ് ഒക്കെ ഉണ്ട്. വലിയ വേറെ ബ്ലൂയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരേ തന്നെ അല്ലേ ഇത് കാണിച്ചിട്ടില്ല, ഒരേ തന്നെ ഉണ്ടോ തോന്നുന്നു, ഒരേ തന്നെയാണെന്നാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പന്നേക്കും. അപ്പോൾ ഗൈസ് ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ തന്നെ ബൈ.